കുറച്ച് ദിവസമായിട്ട് മീനൊക്കെ ഭയങ്കര വിലയാണെങ്കിലും ചെമ്മീന് മാത്രം ഇത്തിരി കുറവുണ്ടായിരുന്നേ. പിന്നെ ഒന്നും നോക്കിയില്ല, കണ്ണും പൂട്ടി ചെമ്മീൻ അങ്ങ് വാങ്ങിട്ടോ. ഇത് വൃത്തിയാക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും ഉണ്ടാക്കി കഴിയുമ്പോൾ കഴിക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് ചെമ്മീൻ എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ ഗരം മസാല കൂടെ അങ്ങിട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ അങ്ങിട്ട് കൊടുത്തതിന് ശേഷം അരമുറി ചെറുനാരങ്ങയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ നീര് പിഴിഞ്ഞങ്ങ് ഒഴിക്കുന്നുണ്ട്. പിന്നെ 1.5 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മസാലയൊക്കെ അങ്ങ് പുരട്ടി എടുത്തതിന് ശേഷം ഒരു 10-20 മിനിറ്റ് വരെ ഇതവിടെ കിടക്കട്ടെ കേട്ടോ. അതിന് ശേഷം നമ്മുടെ ചെമ്മീനിലോട്ട് ഉപ്പ് കയറുമൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി പാനെടുത്ത് അടുപ്പിൽ വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചെമ്മീനിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഞാനിത് എല്ലാം മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ചെമ്മീനൊക്കെ ഫ്രൈ ആയി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് എടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മുഴുവൻ ചെമ്മീനും ഞാനിത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു കടായി എടുത്ത് അടുപ്പിൽ വെക്കുക. അതിലോട്ട് ഞാനിത് 2 സ്പൂൺ വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിലോട്ടൊരു 10-15ഓളം ചെറിയുള്ളി എടുത്ത് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതിട്ട് കുറച്ച് നേരം ഇതുപോലെ ഇളക്കി കൊടുത്ത് ചെറിയുള്ളിയൊക്കെ വാടി വരുന്ന സമയത്ത് സവാള ചേർക്കാം. 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു 2 കറിവേപ്പില കൂടി ഇട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലോണം ഒന്ന് വാടി കിട്ടണേ. അപ്പോൾ സവാളയൊക്കെ ഇളക്കി ഇതുപോലെ നല്ലോണം ഒന്ന് വാടി കളറൊക്കെ മാറി വരുന്ന സമയത്ത് പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ ഞാനിത് 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്ന മല്ലിപ്പൊടിയാണ്, അതും ഒരു 2 സ്പൂൺ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു ലോ ഫയറിലിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. പൊടികളുടെ പച്ചമുളകൊക്കെ നല്ലോണം ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു വലിയ തക്കാളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതുകൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ വാടി ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചെമ്മീൻ കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഈ ഒരു സമയത്ത് തന്നെ ഒരല്പം കൂടെ അങ്ങ് ചേർക്കുന്നുണ്ട്. നമ്മുടെ സവാളയിലോട്ടൊന്നും ഉപ്പൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ചെമ്മീനിലോട്ട് ചേർത്തുകൊണ്ട് തന്നെ കൂടുതൽ ചേർക്കാൻ നിൽക്കണ്ട. അപ്പോൾ ചെമ്മീനൂടെ ഇട്ട് ഇതുപോലെ എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഞാനൊരു 1/4 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത്. തേങ്ങാപ്പാലൂടെ ചേർത്ത് ഒരു ലോ ഫയറിലിട്ടിട്ട് വേണം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് മൂടി വെച്ച് കുറച്ച് നേരം ഇതവിടെ കിടക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനിതേ മൂടി വെച്ച് ഒരു 5 മിനിറ്റിന് ശേഷം ഇതങ്ങ് തുറന്ന് നോക്കുന്ന സമയത്ത് തേങ്ങാപ്പാലും അതുപോലെ തന്നെ നമ്മുടെ ചെമ്മീനൊക്കെ കൂടി ഇതുപോലെ അങ്ങ് വറ്റി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ ഏകദേശം അങ്ങ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 കറിവേപ്പില കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശേൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. പിന്നെ കൃഷ്ണ ആവി എന്നുള്ള നമ്മുടെ ഈ ഒരു പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.